എന്ന് പറയുന്നത്. അപ്പൊ അവൻ വളരെ സങ്കടത്തോടെ ആ ഫോൺ വെക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മളെയും വേണ്ടാന്ന് വയ്ക്കും. നമ്മൾ സ്വന്തമാക്കുന്നതെല്ലാം നമ്മളെയും സ്വന്തമാക്കുമെന്ന് പറയുന്നു. പ്രിയ മാതാപിതാക്കളെ, നമ്മൾ ഈ ഒരു യോഗത്തിലേക്ക് സെമിനാറിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ, ശ്രീയിടവ് സെന്റ് ജോസഫ് ഇടവകയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പറഞ്ഞേക്കുകയും ഒരു ഭാഗം കാലം ചെറുപ്പമാണില്ല, സത്യമാണില്ല, മറ്റ് യാത്രയ്ക്ക് ആവശ്യമായിട്ട് ഒന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഒറ്റ കാര്യം മാത്രമേ അവരുടെ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ ചില നേരത്തെ രോഗികളെ ദമ്പതികൾ രണ്ടുപേരും വന്നിട്ടുള്ളവരെന്ന് കൈകൊട്ടാം. സന്തോഷം. അങ്ങനെ വരുന്നവർ ഒരുമിച്ചിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നിരുന്നപ്പോഴാണ് ഇവർ രണ്ടുപേരെയാണ്. നമുക്ക് പല കാരണങ്ങളാലും രണ്ടുപേരും വരവ് എളുപ്പമല്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. സാധാരണ അങ്ങനെ കഴിഞ്ഞാൽ രണ്ടുപേരെ ഒരുമിച്ചിരുത്തി ഒക്കെയാണ് ഞാൻ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോവുക. ഏതായാലും എല്ലാവരോടും സന്തോഷത്തോടെ ഇരിക്കാനാണ് ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുക. സന്തോഷമുള്ളൊരു കൈ നോക്കാവോ? സന്തോഷമുള്ളൊരു കൈ നോക്കാവോ? മനസ്സിലാവും. എൻ്റെ ക്ലാസ് ഇരിക്കപ്പുറം ഇല്ലാത്ത ക്ലാസ് എന്ന് പറയും. ഞാനാണ് ഇരിക്കാത്തതുള്ളൂ. നിങ്ങളെ ഞാൻ ഇരുത്തുകയും ഇടയ്ക്കൊക്കെ നിർത്തുകയൊക്കെ ചെയ്യും. സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെല്ലാൻ ഇടവകയിലായിരുന്നു. ചെല്ലുന്നിടങ്ങളിലെല്ലാം പേരൻസ് എന്നോട് വളരെയധികം സഹകരിക്കാറുണ്ട്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മക്കളെ ഓർത്തിട്ടാണ്. വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. കാരണം യേശു ക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം അതാണ്. നിങ്ങൾ അതെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ അമ്മയെ പിന്തുണച്ചെന്ന് പറയുന്ന ഒരപ്പൻ വലിയ മൂല്യമാണ് നൽകുന്നത്. കുട്ടികളുടെ പഠനത്തില്, കുട്ടികളുടെ വളർച്ചയില് മനഃശാസ്ത്രപരമായ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞ് നാം പാലിക്കുന്നതിനേക്കാൾ വലിയ നന്മ ഈ ഒറ്റ കാര്യത്തിൽ ഉണ്ടാകാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു കാര്യമാണെന്ന് ഞാൻ കുടുംബ അന്തരീക്ഷത്തിലെ വിഷമാവസ്ഥകളെ അറിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാനത് പറയാം. അപ്പൊ ദാമ്പത്യത്തെ കുറിച്ച് പഴയ നിയമത്തിന്റെ ഒരു വാക്കുണ്ട്, ലയനം. ദാമ്പത്യ ലയം, വേർതിരിക്കാൻ കഴിയാത്ത ആ ഒരു ലയത്തിന്റെ അന്തരീക്ഷമുണ്ട്. അത്തരം ഒരു അന്തരീക്ഷത്തിലേക്ക് ആയിത്തീരാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രായോഗികമായി കാറ്റഗിസം ക്ലാസ്സിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിൽ വീടുകൾക്ക് നൽകാവുന്ന. നമസ്കാരം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഒത്തിരി വലുതായതിനു ശേഷം വീണ്ടും ഒരു വിദ്യാലയത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു ഫീല് നമ്മളിൽ കുറെ അധികം പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഷാജി സാറിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അദ്ദേഹത്തെ ഇന്ന് നമുക്ക് ഈ ക്ലാസ് എടുക്കുവാനായി ഇവിടെ നമുക്ക് തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛന് നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും മികച്ചത് നമുക്ക് തരണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നാഗ്രഹിക്കുന്ന മനുസാറിനെയും അദ്ദേഹത്തിന്റെ സഹ അധ്യാപകർക്കും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ 2:30 മണി മുതൽ ഈ 5 മണി വരെ സമയം നമുക്ക് ഒരു മണിയുമില്ലാഞ്ഞിട്ടല്ല നമ്മൾ ഇവിടെ വന്നിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അത് തന്നെയാണ്. ആ സ്നേഹത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ PTA പേരില്, ഈ ടീച്ചേഴ്സിന്റെ പേരില്, ഈ ഇടവകയുടെ പേരില് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.